നമ്മുടെ വാഹനങ്ങളുടെ ടോയ് കാറുകളുടെയൊക്കെ പ്ലാസ്റ്റിക്കോ ഫൈബറിന്റെ പീസുകളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാലും പശ വെച്ചൊട്ടിച്ചാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല. ഇതുപോലെ പൊട്ടിപ്പോയതൊക്കെ സ്റ്റാപ്ലയർ അടിച്ചോലെ ചൂടാക്കി ഒട്ടിക്കുന്ന ഒരു മെഷീൻ വാങ്ങാൻ കിട്ടും. എന്നാൽ അതുപോലത്തെ ഒരു മെഷീൻ പരീക്ഷണാർത്ഥം ഉണ്ടാക്കി നോക്കാനാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ കയ്യിലൊരു പഴയ സോൾഡറിംഗ് ആൻ ഉണ്ടായിരുന്നു. ഈ സോൾഡറിംഗ് ആൻ വെച്ചാണ് ഈ മെഷീൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 25 വാട്ടിൻ്റെയാണ് തന്നെ വലിയ ഹീറ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. നമുക്ക് ആദ്യമേ ഈ സോൾഡറിംഗ് ആൻ്റെ മുമ്പിലത്തെ ബിറ്റ് അഴിച്ചെടുക്കണം. അതൊരു പ്ലെയറോ എന്തെങ്കിലും ഉപയോഗിച്ച് പയ്യെ തിരിച്ചാൽ മതി, ഇങ്ങനെ അഴിഞ്ഞു വന്നോളും. ചില സോൾഡറിംഗ് ആൻ്റെയൊക്കെ ബിറ്റ് നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ പ്ലെയറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് മുറുക്കത്തിരിക്കുമ്പോഴത്തേനെ ഒടിഞ്ഞു പോകാത്ത ശ്രദ്ധിച്ചു വേണം. ഈ സോൾഡറിംഗ് ആൻ്റെ ഹീറ്റാണ് അതിൻ്റെ അവിടെ സ്പ്രിങ് പോലെ റൗണ്ടിൽ ചുറ്റിയെടുക്കാൻ വേണ്ടി ചെറിയ കോപ്പർ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 40 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് നീളത്തിലുണ്ട്. ഈ ട്യൂബ് വാങ്ങാൻ വേണ്ടി ഞാൻ കുറേ ഷോപ്പിലൊക്കെ കയറി. ലാസ്റ്റ് എനിക്ക് കിട്ടിയത് ഫ്രിഡ്ജിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ്. ഈ കോപ്പർ ട്യൂബ് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ സ്പ്രിങ് പോലെ ചുറ്റിയെടുക്കണം. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കാൻ വേണ്ടി സോൾഡറിംഗ് ആൻ്റെ അതേ സൈസിലുള്ള ചെറിയ കമ്പിയിലോ അല്ലെങ്കിൽ സോൾഡറിംഗ് ആനിൽ ഇട്ട് ചുറ്റിയെടുത്താലും മതി. നമ്മളപ്പോൾ സോൾഡറിംഗ് ആനിൽ ഇട്ടിങ്ങനെ ചുറ്റുവാണെങ്കിൽ സോൾഡറിംഗ് ആനിന് ഡാമേജ് ഒന്നും വരാതെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇതുപോലെ ചുറ്റിയെടുക്കാനാണെങ്കിലും കുറച്ച് പാടായിരുന്നു. അത്യാവശ്യം നല്ല ബലമുണ്ട് ആ ട്യൂബിന്. ഈ ട്യൂബിൻ്റെ കറക്റ്റ് സൈസ് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ തൊടുപുഴയുള്ള ഫ്രിഡ്ജിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇതുപോലെ കോപ്പർ ട്യൂബ് ചുറ്റിയെടുത്ത ശേഷം രണ്ടെൻഡും ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കോപ്പർ ട്യൂബ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡായി പോകും. അപ്പോൾ നമ്മളിങ്ങനെ കട്ടർ പയ്യെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചാൽ മതി, കട്ടായിക്കോളും. ശരിക്കും ഇതുപോലത്തെ മെഷീനിലൊക്കെ യൂസ് ചെയ്യണ കൂട്ടി പിന്നു വാങ്ങാൻ നോക്കിയിട്ട് ഇവിടെയൊന്നും കിട്ടി. അപ്പോഴാണ് ഈ അപ്പോൾസറി വർക്കിനൊക്കെ സ്റ്റാപ്ലയർ അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണ കൂട്ടി പിന്നു വാങ്ങി ഇതിൽ പരീക്ഷിച്ച് നോക്കിയാക്കാന്ന് ഓർത്തത്. നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ച കോപ്പർ ട്യൂബിന്റെ രണ്ട് എൻഡിലേക്കും ഇതുപോലെ സ്റ്റാപ്ലയറിന്റെ പിന്നെ ഇറക്കി കൊടുക്കണം. സോൾഡറിംഗ് ആയി നല്ല ഹീറ്റ് ആയപ്പോഴത്തേനെ കോപ്പർ ട്യൂബിന്റെ കളറൊക്കെ അങ്ങ് മാറി. ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോണത് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ പീസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അതിലാണ്. ഇതുപോലത്തെ ശരിക്കുള്ള വാങ്ങുന്ന മെഷീനൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സോൾഡറിംഗ് ആയും വെച്ചുള്ളത് കുറച്ച് അധിക സമയം തന്നെ വെക്കണം, ചൂടായി വരണമെങ്കിൽ. കുറച്ചുകൂടി ഹീറ്റ് കൂടുതലുള്ള സോൾഡറിംഗ് ആണോ അല്ലെങ്കിൽ 2 സോൾഡറിംഗ് ആണൊക്കെ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഇതിലും പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഇത് അഴിച്ചെടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ഇത് പിടിച്ചും കറക്കിയാൽ മതി, അഴിഞ്ഞു വരും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.